Glory, glory, Man United. Glory, glory, Man United. Glory, glory, Man United. As the Reds go marching on. Cheers. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ 2025-26 സീസൺ ഒരു മികച്ച വിജയത്തിലൂടെ എൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ബ്രൈറ്റൺ 0, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3. ഗ്രേറ്റ് വിക്ടറി. ഈ വിക്ടറി അതിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആക്കുന്നത് പറഞ്ഞാൽ ബ്രൂണോ മജീഷ്യൻ, ദി അസിസ്റ്റ് കിങ്, ഒരേ ഒരു രാജാവ് ബ്രൂണോ അങ്ങനെ 21 അസിസ്റ്റ് നേടിയിട്ട് ദ മോസ്റ്റ് അസിസ്റ്റ് ഇൻ എ പ്രീമിയർ ലീഗ് സീസൺ ഒറ്റയ്ക്ക് ആ ത്രോണിൽ കയറി അങ്ങ് ഞെളിഞ്ഞങ്ങ് ഇരുന്നിട്ടുണ്ട്. സോ ബ്രൂണോ എന്താ പറയേണ്ടത് ലൈക്ക് എക്സൈറ്റിംഗ് ഗെയിം. ഈ കളി സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ കുറച്ച് നേരം ഫുള്ള് ബ്രൈറ്റന്റെ കൺട്രോളിലായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്കാണ് പതുക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി നിയന്ത്രിച്ചതും പിന്നെ എന്താ പറയുക ഫസ്റ്റ് ഗോള് സ്കോർ ചെയ്തത്. അങ്ങനെ ബ്രൂണോയുടെ ആ കോർണർ കിക്കിൽ നിന്നും പാട്രിക് ഡോർഗു ഹെഡ് ചെയ്തിട്ട് ആ ഗോള് സ്കോർ ചെയ്യുന്നു ആൻഡ് ആ അസിസ്റ്റ് റെക്കോർഡ് നേടിക്കൊടുക്കുകയാണ്. സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഗോൾസ് സ്കോർഡ് ബൈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദിസ് സീസൺ. എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം വെച്ച് പറഞ്ഞാൽ മൗണ്ടും പിന്നെ അമാദിയാലവും തമ്മിലുള്ള ഒരു 1-2 അത് കഴിഞ്ഞിട്ട് ബോക്സിന്റെ അകത്തേക്ക് ആ ബോള് പാസ് ചെയ്യുന്നു. അവിടെ കാത്തു നിന്ന എംബൂമോ അത് പതുക്കെ നൈസിന് ടച്ച് ചെയ്തിട്ട് ഗോള് സ്കോർ ചെയ്യുന്നു. സോ ആ ഒരു 1-2 കാണാനായിട്ട് എന്തൊരു ഭംഗിയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മൾ പ്ലെയേഴ്സ് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാണുന്ന ഒരു ഗോൾ. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നേരം ആയി കഴിഞ്ഞിരുന്നപ്പോൾ ബ്രൂണോ സ്കോർ ചെയ്യുന്നു. ബ്രൂണോ അങ്ങനെ ഒരു ഗോളും ഒരു അസിസ്റ്റുമായിട്ട് ഈ കളിയിൽ കളം നിറഞ്ഞ് കളിച്ചു. എനിക്ക് തോന്നുന്നു ഈ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു 5-6 ഗോൾ അടിച്ച് ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. കാരണം എത്ര ചാൻസസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒത്തിരി ചാൻസസ് നമ്മൾ മിസ് ചെയ്തു. തുടരെ ആക്രമണം അഴിച്ചു വിട്ടിട്ട് നല്ല രീതിയിലുള്ളൊരു കളി. കാരണം പ്രത്യേകിച്ച് ബ്രൈറ്റന് അവർക്ക് സ്കോർ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടും അല്ലെങ്കിൽ അവർ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതായതുകൊണ്ടും, കാരണം അവർക്ക് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ യൂറോപ്പ ലീഗ് കളിക്കാനായിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ അവർ കുറച്ച് അവരുടെ ഡിഫൻഡേഴ്സ് എല്ലാം ഹൈലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം സോ ബോള് ത്രൂ ആയിട്ടും അല്ലെങ്കിൽ ലോങ് ബോൾ കളിച്ചിട്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഒത്തിരി ചാൻസസ് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കുറേ ചാൻസസ് നമുക്ക് ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നത് മിസ്സായിപ്പോയി. അവരുടെ ഗോൾ കീപ്പർ നല്ല രീതിയിലുള്ള സേവുകളും നടത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറഞ്ഞതൊരു 5 ഗോളിന്റെ മാർജിനിൽ നമുക്ക് ജയിക്കാമായിരുന്നൊരു കളിയാണ്. സോ എന്തായാലും ഈ സീസൺ എൻഡ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു വിജയത്തോടു കൂടിയാണ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റ് കൂട്ടുന്നുണ്ട്. ആൻഡ് ഇങ്ങനൊരു കളിയാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നെക്സ്റ്റ് സീസൺ മുതൽ കളിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു കുറച്ച് പ്രതീക്ഷയുണ്ട്. കാരണം വെച്ചാൽ അവര് ഒത്തിരിയൊക്കെ നമുക്ക് അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡിഫൻസ് നല്ല സ്ട്രോങ് ആയിട്ടും കോമ്പാക്റ്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. അവരങ്ങനെ ഒത്തിരിയധികം വലിയ ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് വി ഡിഫെൻഡഡ് വെൽ അല്ലേ, എനിക്കങ്ങനെ തോന്നിയത്. സോ മൊത്തത്തിൽ ഈ ഒരു കളി എനിക്ക് കുറച്ച് പ്രതീക്ഷയായിരുന്നു. അതും ലാസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ ആകുമ്പോൾ നമ്മൾ സീസൺ എൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു ഗുഡ് ഫീലിംഗ്. അത് തന്നെയാണ് ഈ കളി കണ്ടു തീർന്നപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പം തന്നെ തരണം. നമ്മുടെ വിജയത്തിന്റെ സന്തോഷത്തിനും ബ്രൂണോയുടെ ആ അസിസ്റ്റ് റെക്കോർഡിനും വേണ്ടിയിട്ട് ഒരു ലൈക്ക് ഇപ്പം തന്നെ അടിച്ചു തരാം, ഓക്കെ. പിന്നെ അതിനുശേഷം ഒരുവിധപ്പെട്ടുള്ള പ്ലെയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു. പ്രത്യേകിച്ച് ഭയങ്കര ചൂടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം പ്ലെയേഴ്സ് രണ്ട് ടീമിൻ്റെയും അവർ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് കാണപ്പെട്ടു. ആൻഡ് രണ്ട് ഹാഫിലും ഇതൊക്കെ വാട്ടർ ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ നിന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഈ ഗെയിം ഒരു ഡെഡ് റബ്ബർ പോലെയാണ് ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഓൾറെഡി 3rd പൊസിഷൻ നമ്മൾ കൺഫേം ചെയ്തു. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് വി ഷുഡ് ഹാവ് പ്ലേഡ് യങ്സ്റ്റേഴ്സ്. കുറച്ചുകൂടെ എന്താ പറയുക ടൈമും ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ യങ്സ്റ്റേഴ്സിന് കൊടുക്കേണ്ടി ഇരുന്നതാണ്. അല്ലെങ്കിൽ ഈ 3-0 ആയി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ സമയം അവർക്ക് കൊടുക്കായിരുന്നു. എന്നിട്ട് പക്ഷെ എന്നാലും ഷെയ്ലേസിയും പിന്നെ ഫ്ലെച്ചറും ഇവർ മാത്രമാണ് കളിച്ചത്. എനിക്കൊന്നും അവർ മാത്രം ഉണ്ടായിരുന്നു തോളൂ യങ്സ്റ്റേഴ്സായിട്ട്. പക്ഷെ ആരെങ്കിലുമൊക്കെ യങ്സ്റ്ററിനെ ഓപ്പണിങ്ങിൽ കൊണ്ടുവരാൻ ഒരു ഗെയിം ആയിരുന്നു ഇത്. പക്ഷെ എന്തായാലും അത് നടന്നിട്ടില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. എന്തായാലും ഒരു 3 ഗോൾ അഡ്വാൻറ്റേജ്, നല്ലൊരു സ്കോർ തന്നെയാണ് നമ്മൾ ഈ കളിയിൽ കൊണ്ടുവന്നത്. ഈ ഗെയിമിൻ്റെ പെർഫോമൻസസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹാരി മെഗ്വയർ ഹി ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. പ്രത്യേകിച്ച് മെഗ്വയറിന് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ചാൻസ് കിട്ടാതിരുന്നതിൻ്റെ ഒരു വിഷമം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഹി ഡിസേർവ്ഡ് ദാറ്റ് ചാൻസ്. എനിക്ക് തോന്നുന്നു അവരുടെ ടീമിൽ ഉള്ള പ്ലെയേഴ്സ്, ഇംഗ്ലണ്ട് ടീമിൽ ഉള്ള പ്ലെയേഴ്സിൻ്റെ അകത്ത് ഒരു 3rd പൊസിഷനിലെങ്കിലും ബെസ്റ്റ് ഡിഫൻഡർ ആയിട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അതിന് പകരം എന്തോ ബാക്കിയുള്ള പ്ലെയേഴ്സിനെയാണ്
എടുത്തത്. ഇപ്പം ഡാൻ ബേണും പിന്നെ കോൻസ ഇവരെ പോലുള്ള പ്ലേയേഴ്സിനെയാണ് ടൂക്കിൽ സെലക്ട് ചെയ്തത്. പക്ഷേ ഡെഫിനറ്റ്ലി ഹി ഡിസേർവ്ഡ് എ ചാൻസ്. ആ ഒരു സാഹചര്യത്തിൽ ഹാരി മഗ്വയർ നല്ല രീതിയിലുള്ളൊരു കളി തന്നെയാണ് കാഴ്ചവെച്ചത് ഈ ഒരു ഗെയിമിൽ. സോ ഹി ഹാഡ് എ ഗുഡ് ഗെയിം. പിന്നെ മെസ്റാബി ഹാഡ് എ ഗുഡ് ഗെയിം. കുറച്ച് എന്താ പറയുക, ഡിഫൻസിലൊക്കെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കളിച്ചു. ഈ 1-on-1 സിറ്റുവേഷൻസിലൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തു. പിന്നെ അതിനുശേഷം ലിങ്കപ്പ് പ്ലേയും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസും നല്ല രീതിയിലുള്ള കളിയായിരുന്നു. നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്തിട്ട് ഈ ത്രൂ ബോൾ കൊടുക്കുന്നത് ഗെയിം ബാക്കിൽ നിന്ന് തുടങ്ങി അത് കളി കൺട്രോൾ ബാക്കിൽ നിന്ന് തുടങ്ങുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കയ്യിൽ നിന്നാണ്. സോ ബ്യൂട്ടിഫുൾ ഗെയിം. മാർട്ടിനസ് കളിക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്ലെയേഴ്സ് ആക്ച്വലി കണ്ണും തുറന്ന് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. കറക്റ്റ് ഇടയ്ക്കൂടുള്ള വഴികളിൽ കൂടെ ആ ബോൾ എത്തിയിരിക്കും എന്നുള്ള ഇതാണ് കണ്ടത്. സോ ഹി ഓൾസോ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. പിന്നെ ബെസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ കോബി മെയിനു. മിഡ്ഫീൽഡിൽ ലൈക്ക് എന്താ പറയുക, ഒരു മിഡ്ഫീൽഡ് ജനറൽ അങ്ങനത്തെ ഒരു കളിയാണ് കോബി മെയിനു കളിച്ചിരുന്നത്. എല്ലായിടത്തും ഫുള്ളായിട്ട് ഈ വെയിലത്തും ചൂടത്തും അതൊന്നും വകവയ്ക്കാതെ ഒരു തളരാത്ത പോരാളിനെ പോലുള്ള ഒരു പെർഫോമൻസ് ആണ് കോബി മെയിനൂടെ ഭാഗത്തു നിന്നുണ്ടായത്. സോ ഹി വാസ് ദെയർ. മൊത്തത്തിൽ കവർ ചെയ്തു, നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് മിഡ്ഫീൽഡ് കളിച്ച് കോബി ഹാഡ് എ റിയലി റിയലി വണ്ടർഫുൾ ഗെയിം. ഒത്തിരി ടാക്കിൾസ് ഒക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒത്തിരി ഡ്യുവൽസും വിൻ ചെയ്തു, ഗുഡ് ഓൺ ദ ബോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഫുൾ ഡിസ്പ്ലേ അങ്ങനെ വേണം നമുക്ക് പറയാനായിട്ട്. സോ കിടിലം. മെയ്സൺ മൗണ്ടും ആക്ച്വലി ഹാഡ് എ ഗുഡ് ഗെയിം. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് മൗണ്ടിൻ്റെ കയ്യിൽ നിന്ന് വന്നത്. പിന്നെ അമാദ് കുറേ നാൾക്ക് ശേഷം ഒരു മികച്ച ഒരു ഗെയിം അമാദിൻ്റെ കയ്യിൽ നിന്ന് കണ്ടു. ആൻഡ് ഹി വാസ് എന്താ പറയുക, ട്രൈങ് ടു ടേക്ക് ഓൺ ഡിഫൻഡേഴ്സ്. ആ മൗണ്ടുമായിട്ടുള്ള 1-to-1 അങ്ങനത്തെയൊക്കെ അത് കിടിലമായിരുന്നു. പിന്നെ പാട്രിക് ഡോർഗുനും നല്ല ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഡോർഗു ആണ് ബ്രൂണോയ്ക്ക് ആ ഒരു അസിസ്റ്റ് റെക്കോർഡ് നേടുന്നതിന് ആ ചാടിയുള്ള ഹെഡർ കൊടുത്തത്. പിന്നെ ഫൈനൽ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, ഒരു ഗോളും ഒരു അസിസ്റ്റും. സോ കംപ്ലീറ്റ് പെർഫോമൻസ്. നമുക്ക് ഒരു എന്താ പറയുക, അടുത്ത സീസണിലേക്കുള്ള ഒരു ഐ ഓപ്പണിംഗ് ഗെയിം തന്നെയായിരുന്നു. നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ടോട്ടാലിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സീസണിൽ എന്താകും എന്നുള്ള ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു. എനിക്കങ്ങനെ തോന്നിയത്. കാരണം ക്യാരിക്ക് ഇനിയിപ്പം മിഡ്ഫീൽഡിലെ കുറച്ചുകൂടെ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 അഡീഷനും കൂടെ നമ്മുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ആയിട്ട് പറ്റും. പ്രത്യേകിച്ചും ബ്രൈറ്റൺ അറിയാമല്ലോ, നമ്മുടെ ഒരു ബോഗി ടീമാണ്. നമ്മളെ പലപ്പോഴും അവർ ഇങ്ങനെ തോപ്പിക്കുന്ന ടീമാണ്. നമ്മുടെ സ്റ്റേഡിയത്തിലൊക്കെ വന്നിട്ട് റെഗുലറായിട്ട് വിജയിച്ച് പോകുന്ന ഒരു ടീം. അപ്പോൾ അവരുടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഫൈനൽ ഗെയിമിൽ തോപ്പിക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞാലും റിയലി ഗുഡ്. എന്താ പറയുക, അത് ഒരു സീസണിൽ ഒരു നല്ലൊരു മികച്ചൊരു വിജയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ബ്രൂണോനെ കുറിച്ചിട്ടുള്ള ഈ ഒരു അസിസ്റ്റ് റെക്കോർഡ് നേടിയതിൽ എല്ലാവരും ബ്രൂണോയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻസ് കൊടുത്തിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ഇടുക. പിന്നെ അതിനുശേഷം ലൈക്ക് തരിക, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫേഴ്സിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കും. എല്ലാ ട്രാൻസ്ഫേഴ്സും നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കൈൻഡ്ലി സപ്പോർട്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.